ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ അവരൊരു ടൂർ വന്നിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അപർണയുടെ ഒരു ചതിയായിരുന്നു. കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അപർണ ചെയ്ത പണിയാണ് എന്ന് ജാനകിക്കും അബിക്കും അറിയാം. പക്ഷേ തൻ്റെ കുടുംബത്തിനൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവസാനം ജാനകിക്കും അബിക്കും തന്നെ ഒരു തിരിച്ചടിയായിട്ട് മാറുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ജാനകിയും അബിയും ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ജാനകി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപർണയുടെ മനസ്സിൽ ഉദ്ദേശം എന്താണ് എന്ന് ജാനകിക്ക് അറിയത്തില്ല. അപർണ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് എന്ന് ജാനകിക്കും അറിയാം. ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ സൂര്യ അറിഞ്ഞു ആ ഒരു ഹോളിഡേയ്സ്, മൂന്നാറിലെ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അവർ താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂര്യ അറിഞ്ഞു. അപ്പോൾ ആ ഒരു റിസോർട്ടിന് എന്തോ ഒരു രഹസ്യമുണ്ട്. സൂര്യനാരായണന്റെ മനസ്സിൽ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യമുണ്ട്. അതൊരിക്കലും കുടുംബം അറിയരുത് എന്ന് വിചാരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയുമോ എന്നുള്ളൊരു ടെൻഷൻ സൂര്യയുടെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ അബി പറഞ്ഞത് വേറെ ഒരു കുഴപ്പമില്ല, അപർണയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ സന്തോഷമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് അച്ഛനായിട്ട് ഇനി പ്രശ്നങ്ങൾ ഇത് സംസാരിച്ച് വഷളാക്കണ്ട എന്നൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും സൂര്യയുടെ മനസ്സിലൊരു ടെൻഷനുണ്ട്, ഒരു രഹസ്യമുണ്ട് എന്ന് ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെ മൂന്നാറിൽ അതും ഉള്ളിലോട്ട് ഇങ്ങനെ വലിയൊരു റിസോർട്ട് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരും സന്തോഷത്തിലാണ്. ഇനി അടുത്ത് ഓരോ സ്ഥലങ്ങളെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും തയ്യാറെടുത്തിരിക്കുമായിരുന്നു. ഈ സമയത്ത് നിരഞ്ജന ചായയൊക്കെ കൊണ്ട് തന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു പെൺകുട്ടിയും ഒരു അച്ഛനും കൂടി വരുന്നത്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ലച്ചു ആയിരുന്നു. ജാനകി കാണണമെന്ന് ആഗ്രഹിച്ച ലച്ചു ആണ് അങ്ങോട്ട് വന്നത്. ലച്ചുവിനൊപ്പം തൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിനെ അവിടെ ഒരു കുക്കായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛൻ കൊണ്ടുവന്നത്. പക്ഷെ ഒരിക്കലും അറിയത്തില്ല ഇത് ലച്ചുവിൻ്റെ അമ്മൂമ്മയുടെ സഹോദരിയാണെന്നും ജാനകിയുടെ കുടുംബവുമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ ലച്ചുവിൻ്റെ അച്ഛനോ അറിയത്തില്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശിയും സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ലച്ചുവിന് അടുക്കളയൊക്കെ കാണിച്ചു കൊടുത്തു. ലച്ചു രാവിലെ തന്നെ തൻ്റെ ജോലി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ജാനകി വന്നു. അപ്പോൾ രാവിലെ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്ത് ജാനകിയാണ് എല്ലാവർക്കും ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. ഇതേതാ പെൺകുട്ടി എന്ന് ഇങ്ങനെ നോക്കുവാണ്. ഇത് ആരാണെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ മുന്നിലോട്ട് വന്ന് നിന്നപ്പോഴാണ് ലച്ചു ഇങ്ങനെ തിരിയുമ്പോൾ ലച്ചു ആണോ അങ്ങനെ ഉടനെ, കാരണം ജാനകി അത്രത്തോളം ആഗ്രഹിച്ചു. ഇവിടെ വന്നിട്ട് പോലും അബി പോയത് ലച്ചുവിനെ തിരക്കിയായിരുന്നു. അങ്ങനെ ഓടിപ്പോയി ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ സന്തോഷം പങ്കുവെച്ച് ജാനകി പൊട്ടി കരയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നിന്നു. എന്നാൽ ആ സമയത്താണ് ലച്ചുവിന് മനസ്സിലായത് ഇവിടെ ജാനിയേട്ടത്തെയും കുടുംബമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ലച്ചുവിന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് വന്നു. പൊന്നൂസ് ലച്ചുവിനെ വന്ന് കെട്ടിപ്പിടിച്ചു. ഒരുപാട് സന്തോഷത്തോടു കൂടി പൊന്നൂസ് സംസാരിക്കുകയാണ്. പിന്നാലെ അമലും വന്നു. അപ്പോൾ അമൽ ആരാണ് എന്ന് ലച്ചുവിന് അമൽ അറിയാതെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് എന്നൊക്കെ ലച്ചുവിന് പറഞ്ഞു കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പുറത്തോട്ട് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഈ സമയം അബി അവിടെ എല്ലാവരോടും ഇത് തിരക്കുവാണ്. രാഘവനുണ്ടോ, ഈ പെൺകുട്ടി അറിയാമോ എന്നൊക്കെ ഫോട്ടോ കാണിച്ച് തിരക്കുവാണ്. അപ്പോൾ അബിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഉടനെ തന്നെ ജാനകി വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അബിയേട്ടൻ തിരഞ്ഞുകൊണ്ട് നടക്കുമെന്ന് ജാനകിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ലച്ചു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അബിയെ കോൾ വിളിച്ചു. പക്ഷേ അബി കോൾ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ കോൾ എടുത്തു. പക്ഷെ അബി സംസാരിക്കുന്നതൊന്നും ജാനകിക്കും കേൾക്കാൻ പറ്റുന്നില്ല, ജാനകി പറയുന്നത് അബിക്കും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കോൾ കട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു ഈ പെൺകുട്ടി ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറയുന്ന ഒരു രാഘവൻ എനിക്ക് അറിയാം. അപ്പോൾ അയാൾ അവരുടെ അമ്മൂമ്മ മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, അത് ഒരു പെൺകുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അബിക്ക് മനസ്സിലായി അത് ഞാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അബിയും പോകുന്നത്. ഈ സമയത്ത് എല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നിരഞ്ജനയും അജയും കൂടി മറ്റൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ
അപർണയും അമലും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ജാനകി വിളിച്ചു. അപ്പോൾ ജാനകി അങ്ങോട്ട് വരുവാണ്. അപർണയ്ക്ക് ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. ഓരോ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ആ സന്തോഷം തല്ലിക്കിടത്തി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജാനകി ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അഭി പോയ കാരണത്തെ ചൊല്ലി ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാക്കുകയും, എന്നാൽ അഭി പോയത് അവന്റെ പരിചയക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അഭി എന്തായാലും ഉടനെ തിരിച്ചു വരും എന്ന് പ്രഭയും പറഞ്ഞു. ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ജാനകിയും വന്നു. ജാനകിയും പൊന്നൂസും എല്ലാവരും കൂടി അവർ പുറത്തോട്ട് പോവാണ്. പക്ഷേ ലച്ചു ആരാണെന്ന് അവർക്കും അറിയത്തില്ല. മറിച്ച് ലച്ചുവിനെ തെരഞ്ഞാണ് അഭി പോയതെന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അപർണയുടെ മനസ്സിൽ എന്താണ്, അപർണ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ലച്ചുവും വന്നത്. ലച്ചുവിന് ഒരു ഉറപ്പില്ലായിരുന്നു ജാനകിയും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ലച്ചുവും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അഭിയും ജാനകിയും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കണം, അവരെ തകർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അപർണ എല്ലാവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.